അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ iOS 16 അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. 80ലേറെ മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ അങ്ങനെ ആരും പറയാത്ത iOS 16 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലോക്ക് സ്ക്രീനിൽ ഉൾപ്പെടെ വന്നിരിക്കുന്ന മറ്റ് പ്രധാന മാറ്റങ്ങളെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. iOS 16 അപ്ഡേറ്റ് വരുന്ന ദിവസം തന്നെ പുതുമയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുവാനും മറക്കരുത്. അത് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ ചാനലിനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. iOS 16ൽ വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റം ആപ്പിളിന്റെ സ്വന്തം സിരി ചെറുതായിട്ടൊക്കെ മലയാളം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. മലയാളം പൂർണ്ണമായിട്ട് മനസ്സിലാകില്ല എങ്കിലും അലാം സെറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനുമൊക്കെ നമുക്കിനി സിരിയോട് മലയാളത്തിൽ പറഞ്ഞാലും മതി. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഈ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. രാവിലെ 8 മണിക്ക് ഒരു അലാം സെറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ പലപ്പോഴും നമുക്കിഷ്ടപ്പെട്ട വാൾപേപ്പറുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോഴെങ്കിലും ഐക്കൺസ് വ്യക്തമായി കാണുന്നില്ല എന്ന് വരാം. അതിന് പരിഹാരമായി നമുക്ക് സെറ്റിംഗ്സിൽ വാൾപേപ്പർ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഹോം സ്ക്രീനിന്റെ താഴെയായിട്ട് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വാൾപേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഐക്കൺസ് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. iOS 16 അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കോൺടാക്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് കോൺടാക്ട് റിമൂവ് ചെയ്യാനൊരു ഓപ്ഷൻ ഇങ്ങനെ ലഭിക്കുന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് മെർജ് ചെയ്യുവാൻ കഴിയുന്നതാണ്. കോൺടാക്ട്സ് ആപ്ലിക്കേഷനിൽ മാത്രമല്ല, ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ ഏറ്റവും താഴെ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ്സ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുള്ള ഇമേജസ് മെർജ് ചെയ്യുവാനും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ കഴിയുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്പോട്ട്ലൈറ്റ് ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് യൂണിറ്റ് കൺവേർഷൻസ് നേരത്തെ തന്നെ നടത്തുവാൻ കഴിയുമായിരുന്നു. എന്നാൽ നമുക്കിനി നോട്ട്സ് ആപ്ലിക്കേഷനിലും യൂണിറ്റ് കൺവേർഷൻസ് നടത്തുവാൻ കഴിയും. നോട്ട്സ് ആപ്ലിക്കേഷനിൽ നമ്മുടെ റീജിയനിൽ സാധാരണയായി ഉപയോഗിക്കാത്ത ഒരു യൂണിറ്റ് വരുമ്പോൾ താഴെയായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരികയും അതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ യൂണിറ്റ് കൺവേർഷൻസ് നടത്തുവാൻ കഴിയും. നോട്ട്സ് ആപ്ലിക്കേഷനിൽ മാത്രമല്ല, നമുക്ക് മെസ്സേജസിലും ഇതുപോലെ വളരെ എളുപ്പം യൂണിറ്റ് കൺവേർഷൻസ് നടത്തുവാൻ കഴിയും. സഫാരിയിൽ നമ്മൾ എന്തെങ്കിലും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റീജിയനിൽ സാധാരണയായി ഉപയോഗിക്കാത്ത ഒരു യൂണിറ്റ് വരുമ്പോൾ ഇവിടെയും നമുക്ക് യൂണിറ്റ് കൺവേർഷൻസ് നടത്താം. അതിനു വേണ്ടിയിട്ട് ആ ഒരു യൂണിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആരോയിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ അതിന്റെ കൺവേർഷൻസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് ഏതെങ്കിലും ഇമേജസിൽ നമുക്കറിയാത്ത യൂണിറ്റ്സ് വരികയാണെങ്കിൽ ആ യൂണിറ്റിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂണിറ്റും വളരെ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. iOS 16 അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം മെസ്സേജ് ആപ്ലിക്കേഷനിലാണ്. മെസ്സേജ് ആപ്ലിക്കേഷനിൽ പുതിയൊരു SMS ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ നമുക്ക് SMSകൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ലഭിക്കുന്നതാണ്. ഉദാഹരണം, ഞാൻ ഓർഡർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള SMSകൾ ഓർഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. എന്നെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള SMSകൾ റിമൈൻഡേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഇങ്ങനെ നമുക്ക് വരുന്ന SMSകൾ വളരെ നീറ്റായിട്ട് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ലഭിക്കുന്നതാണ്. മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് നോട്ട്സ് ആപ്ലിക്കേഷനിലാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ ആരും കാണരുത് എന്ന് വിചാരിക്കുന്ന നോട്ട്സുകൾ ലോക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അങ്ങനൊരു ഓപ്ഷൻ നേരത്തെ തന്നെ നമുക്ക് ഐഫോണിൽ ലഭ്യമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പാസ്വേഡ് കൊടുക്കണം. ഈ ഒരു പാസ്വേഡ് നമ്മുടെ ഫേസ് ഐഡിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ പാസ്വേഡിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു പാസ്വേഡുകൾ മറന്നു പോകുന്ന സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് നമ്മൾ മറന്നു പോയാൽ പിന്നീട് ആ ഒരു നോട്ട്സ് നമുക്ക് ഒരിക്കലും ഓപ്പൺ ചെയ്യുവാൻ കഴിയുന്നതല്ല. എന്നാൽ നമുക്ക് iOS 16ൽ നോട്ട്സ് ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സ് പേജിൽ പോയി കഴിഞ്ഞാൽ പാസ്വേഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിലെ യൂസ് ഡിവൈസ് പാസ്കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് ലോക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം മറ്റൊരു പാസ്വേഡ് കൊടുക്കേണ്ടതില്ല. നമ്മുടെ ഫേസ് ഐഡി അല്ലെങ്കിൽ സ്ക്രീൻ പാസ്വേഡ് തന്നെയായിരിക്കും ആ ഒരു നോട്ട്സ് ലോക്ക് ചെയ്യുവാനും അൺലോക്ക് ചെയ്യുവാനും ഉപയോഗിക്കുന്നത്. പലപ്പോഴും പല വെബ്സൈറ്റുകളിലും ക്യാപ്ച ടൈപ്പ് ചെയ്യുവാൻ നിർബന്ധിക്കാറുണ്ട്. എന്നാൽ ഇതൊഴിവാക്കാൻ സെറ്റിംഗ്സിൽ നേരെ ഐക്ലോഡ് ഓപ്ഷനിൽ പോയതിനു ശേഷം പാസ്വേഡ്സ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ പോകുക. ഏറ്റവും താഴെയായി ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണും. ഇത് എനേബിൾ ചെയ്യുക. പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ ഒരു ഫീച്ചർ പ്രായോഗികമാക്കാൻ വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് അവരുടെ വെബ്സൈറ്റുകളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. നമുക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ആക്സസിബിലിറ്റി സെറ്റിംഗ്സിലാണ്. സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ സൗണ്ട് റെക്കഗ്നിഷൻ എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ ടാപ്പ് ചെയ്തതിനു ശേഷം നേരെ സൗണ്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ഇവിടെ 2 പുതിയ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഒന്നാമതായി കസ്റ്റം അലാം എന്നതും താഴെയായി കസ്റ്റം അപ്ലയൻസ് ഓർ ഡോർ ബെൽ എന്നതും. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഡോർ ബെൽ, വാഷിംഗ് മെഷീൻ പോലുള്ള ഹോം അപ്ലയൻസസ് എന്നിവയോടൊക്കെ ശബ്ദം ഐഫോണിനെ കേൾപ്പിക്കുകയും അതുവഴി ഈ അലാമുകൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുവാനും അതുവഴി മറ്റു ഓട്ടോമേഷനുകൾ പ്രവർത്തിപ്പിക്കുവാനും കഴിയും. ഉദാഹരണം, നമ്മുടെ വീട്ടിലെ കോളിംഗ് ബെൽ ആരെങ്കിലും പ്രവർത്തിപ്പിക്കുമ്പോൾ വീടിന്റെ മുൻപിലെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായി ഓൺ ആക്കുക എന്ന പോലെയൊക്കെ. ഇതിനെപ്പറ്റി വിശദമായൊരു വീഡിയോ പിന്നീട് ഒരിക്കൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ നിയർ ബൈ ഡിവൈസസ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ദൂരത്തായിരിക്കുന്ന മറ്റു ഡിവൈസുകൾ കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. അതായത് മീഡിയ പ്ലേ ചെയ്യുക, പോസ് ചെയ്യുക എന്നതൊക്കെ. എന്നാൽ എൻ്റെ എല്ലാ ഡിവൈസുകളും iOS 16 അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ എനിക്കിത് വർക്ക് ആകുന്നില്ല. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ നമ്മുടെ ഐഫോണിലെ കോണ്ടാക്ട്സ് ഡിലീറ്റ് ചെയ്യുവാനായി കോണ്ടാക്ട് ആപ്ലിക്കേഷനിൽ വന്ന് ഡിലീറ്റ് ചെയ്യേണ്ട കോണ്ടാക്ട് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ കൊടുത്ത് ഏറ്റവും താഴെ കാണുന്ന ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമായിരുന്നു. എന്നാൽ ഇനി ഡിലീറ്റ് ചെയ്യേണ്ട കോണ്ടാക്റ്റിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ താഴെയായി ഡിലീറ്റ് കോണ്ടാക്ട് എന്ന പുതിയൊരു ഓപ്ഷൻ കാണുവാൻ കഴിയും. മാത്രമല്ല, നമുക്ക് കോണ്ടാക്ട്സിൽ 2 ഫിംഗർ വെച്ചൊന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോണ്ടാക്ട്സ് സെലക്ട് ചെയ്യുവാനും ഇതിനെയെല്ലാം നമുക്ക് ലോങ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുവാനും ഈ ഒരു അപ്ഡേറ്റിലൂടെ കഴിയുന്നതാണ്. സെറ്റിംഗ്സിൽ സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കീബോർഡ് ഫീഡ്ബാക്ക് എന്ന ഓപ്ഷനിൽ ഹാപ്റ്റിക് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ കീബോർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ലഭിക്കുന്നതാണ്. ഏറ്റവും നല്ല ഹാപ്റ്റിക് എഞ്ചിനുള്ള ഐഫോണിൽ ഈ ഒരു ഫീച്ചർ വരാൻ ഇത്രയും വർഷം എടുത്തു എന്നത് അവിശ്വസനീയം തന്നെ. നമ്മൾ ആരോടെങ്കിലും ഫോണിലൂടെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം കോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നമ്മുടെ കൈകൾ ഫ്രീ അല്ലാത്തതോ ആയ സമയങ്ങളിൽ? എന്നാൽ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ സിരി ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കോൾ ഹാങ് അപ്പ് എന്ന പേജ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ഹാങ് അപ്പ് എന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന കോൾ കട്ട് ചെയ്യണമെങ്കിൽ ഹേ സിരി ഹാങ് അപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ ഇത് iPhone 11 ശേഷമുള്ള ഫോണിൽ മാത്രമേ വർക്ക് ആകുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എയർപോഡ്സ് ഉണ്ടായിരിക്കണം. ഐഫോണിലെ കോളിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന അബദ്ധമായിരിക്കും നമ്മൾ അറിയാതെ പവർ ബട്ടണിൽ പ്രസ് ചെയ്യുകയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കോൾ കട്ടായി പോകുകയും ചെയ്യുന്നത്. എന്നാൽ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ വന്നിട്ട് ടച്ച് എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവെന്റ് ലോക്ക് ടു എൻഡ് കോൾ എന്ന പുതിയൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഫോൺ കോളിൻ്റെ ഇടയിൽ പവർ ബട്ടണിൽ പ്രസ് ചെയ്താൽ പോലും ഫോൺ കോൾ കട്ടാകുന്നില്ല എന്നത് ഉറപ്പുവരുത്തും. സഫാരിയിൽ നമ്മൾ പല ടാബുകൾ ഓപ്പൺ ചെയ്ത് ബ്രൗസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ ഈ ടാബുകൾ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യുന്നവരും ഉണ്ടാകും. എന്നാൽ ചിലപ്പോഴെങ്കിലും ചില പ്രധാനപ്പെട്ട ടാബുകൾ ഇങ്ങനെ ഡിലീറ്റ് ആയി പോകാറുണ്ട്. എന്നാൽ ഇനി നമുക്ക് പ്രാധാന്യമുള്ള ടാബുകൾ പിൻ ചെയ്യുവാൻ കഴിയും. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ടാബിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻ ടാബ് എന്ന ഓപ്ഷൻ കാണുവാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ടാബ് ഏറ്റവും മുകളിലേക്ക് പോകുകയും ബാക്കി എല്ലാ ടാബുകളും ഡിലീറ്റ് ആയാലും പിൻ ചെയ്ത ടാബുകൾ അവിടെ തന്നെയും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഐഫോൺ ദൂരത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നേരെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സിരി എന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം അനൗൺസ് നോട്ടിഫിക്കേഷൻ ഓൺ സ്പീക്കർ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് താഴെയായി കാണുന്ന അനൗൺസ് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് പുതിയ പേജിൽ കാണുന്ന അനൗൺസ് നോട്ടിഫിക്കേഷൻസ്, ഹെഡ്ഫോൺസ് എന്നീ ഓപ്ഷനുകൾ എനേബിൾ ചെയ്യുക. താഴെയായി കാണുന്ന ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉറക്കെ കേൾക്കണം എന്നതിനനുസരിച്ച് ഓപ്ഷൻസ് എനേബിൾ ചെയ്യുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ഫോണിലെ ഒരു സ്ക്രീൻഷോട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുവാൻ മാത്രം വേണ്ടി നമ്മൾ എടുക്കാറുണ്ട്. ഇങ്ങനെ എടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്യുവാൻ മറക്കുന്നവരും ഉണ്ടാകും. എന്നാൽ iOS 16 ഒരു സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി ആൻഡ് ഡിലീറ്റ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് ക്ലിപ്ബോർഡിലേക്ക് കോപ്പി ആകുകയും ഫോണിലെ സ്റ്റോറേജിൽ നിന്ന് സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ആകുകയും ചെയ്യും. ഇതിനുശേഷം നമ്മൾ എവിടെയാണോ ഇത് ഷെയർ ചെയ്യേണ്ടത് അവിടെ വന്ന് ഈ ഒരു സ്ക്രീൻഷോട്ട് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുവാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, ഐഫോണിൽ പ്രൈവസി എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ലോക്ക്ഡൌൺ മോഡ് എന്ന ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ പല ഫീച്ചറുകളും വർക്ക് ആകില്ലെങ്കിലും നമ്മുടെ ഫോൺ ഹാക്ക് ആകപ്പെടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും.
iOS 16-ൽ ലോക്ക് സ്ക്രീനിൽ ഉൾപ്പെടെ വളരെ ശ്രദ്ധേയമായി വന്നിരിക്കുന്ന മറ്റു മാറ്റങ്ങളെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്.